ആഴ്ച എന്ന് പറഞ്ഞത് 2 ആഴ്ചക്കിടയിൽ കേരളത്തിൽ കുറച്ച് കൊലപാതകം, കഞ്ചാവ്, MDMA, എക്സൈസ്, പോലീസ് ഒക്കെ ആയിട്ടുള്ള പരിപാടിയാണ് നടക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഉണ്ടാകുന്നത് എന്താ വെച്ചാല്, ഒരു മകൻ വല്യപ്പനെ തലക്കടിച്ച് കൊന്നിട്ട് ജോലിക്ക് പോയി അമ്മയെ വിളിച്ചു വരുത്തി അവനെ കൊന്നിട്ട് അമ്മയെ വിളിച്ചു വരുത്തിട്ട് അമ്മയുടെ തലക്ക് അടിച്ച് ഉളി വെച്ച് കുത്തി തലയുടെ ശ്വാസം മുട്ടിച്ച് കൊന്നിട്ട് ഓംലെറ്റ് അടിച്ച് തിന്നിട്ട് അവൻ നാട് വിട്ടിട്ട് പിന്നെ അവനെ പിടിക്കാൻ കിടന്ന് പാടുപെടുന്നു. എങ്ങാണ്ട് നീന്ന് പൊക്കിക്കൊണ്ട് വരുന്നു. അവൻ അനാഥനാന്നൊക്കെ പറഞ്ഞാണ് പലതും താമസിച്ചത്. അനാഥനായി പോയില്ല, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടാകുന്നത്, ഈ അമ്മ പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെടുന്നുണ്ട്, ഈ പയ്യൻ ഇങ്ങനെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, പൈസ ചോദിച്ചിട്ട് അക്രമമാണ്, മറ്റാണ്, മറിച്ചാണ്. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ പോലീസുകാർ ഉപദേശിച്ച് വിടുന്നു എന്നൊരു കാര്യം പോലീസുകാർ പറയുന്നത് കേട്ടു ഇന്റർവ്യൂ. അങ്ങനെ ഒരു കുറ്റവാളി എന്ന് പറഞ്ഞാൽ കുറ്റവാളി എന്ന് പറയാൻ പറ്റത്തില്ല, എങ്കിൽ പോലും കുറ്റവാളി ആകുന്നതിന് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഇവനൊരു ക്രിമിനൽ ടെൻഡൻസി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാളാണെന്ന് വീട്ടിൽ അമ്മയായിട്ടൊക്കെ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു പയ്യനാണെന്ന് മനസ്സിലാക്കുമ്പോൾ അങ്ങനെ ഉപദേശിച്ച് വിട്ടാൽ പോരായിരുന്നോ എന്ന് പിന്നീട് തോന്നിപ്പോകുന്ന പരിപാടിയാണ് അവൻ അവതരിപ്പിച്ചത്. അപ്പൊ ഈ ചെറുക്കന് കാര്യമായ പ്രശ്നം ഉണ്ടാകും. അവനെ പിടിച്ചതൊന്നും ആരും അറിഞ്ഞുമില്ല, അവന് കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. എന്നാൽ ഒരു MLA മോനെ 9ാം പ്രതിയാണ് കേസിൽ. പ്രതി എന്ന് പറയാൻ പറ്റത്തില്ലേ, ഇതൊക്കെ ഒരു പെറ്റി കേസാണെന്ന് ചാർജ് ചെയ്തത് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എവിടെ വെച്ച് പിള്ളേർ കഞ്ചാവ് അടിക്കുന്നതോ കഞ്ചാവ് കൊണ്ട് നടന്നപ്പോഴോ കൂട്ടത്തിനെ കണ്ടുപിടിപ്പിച്ചപ്പോ ഈ MLA മോനെ ഇച്ചിരി ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. അവൻ ഇത്രയും കുഴപ്പമുള്ള ആളൊന്നും അല്ല. പക്ഷെ മറ്റേത് വലിയ കുഴപ്പക്കാരനെ ഇവിടെ മുന്നിൽ കിട്ടിയപ്പോ അവരെന്ത് ചെയ്തു? അവർ ഉപദേശിച്ചു വിട്ടു. ചെറിയൊരു ഒരു കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാള് കഞ്ചാവ് അവിടെ പറമ്പി വല്ലതും കിടന്നെന്ന് പറഞ്ഞാൽ തന്നെ ഇവൻ വിഷയമാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന്. പക്ഷെ അവനെ പിടിച്ചുകൊണ്ട് വന്ന് മാധ്യമങ്ങളുടെ മുന്നിലിട്ട് നാണം കെടുത്തി കുഴപ്പക്കാരനാണെന്ന് കാണിച്ച് ആ പയ്യന്റെ ഭാവി നശിപ്പിക്കുന്ന രീതിയിലത്തെ പണി കാണിച്ച ഒരു ഊളകളാണ് ആ എക്സൈസ് ഉദ്യോഗസ്ഥനും മീഡിയയും. എക്സൈസുകാർ പിടിച്ചിട്ട് മീഡിയക്ക് കൊടുത്താൽ മീഡിയ കിട്ടേണ്ട കാര്യമൊന്നുമില്ല. മീഡിയക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഏത് മാധ്യമമാണെങ്കിലും കൊള്ളാം, ഏഷ്യാനെറ്റ് ആണെങ്കിലും കൊള്ളാം. ഏഷ്യാനെറ്റ് മിനിമം എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നത് എക്സൈസ് ഉദ്യോഗസ്ഥർ പിടിച്ചിട്ട് അവരെ അറിയിച്ചതിൽ എന്തോ എക്സൈസ് മന്ത്രി രാജേഷാണ് അവരോട് പോയി പറഞ്ഞ തെണ്ടിത്തരെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ എന്ന് വെച്ചാൽ ഏറ്റവും തറ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു വാർത്ത ഇടുന്നതിനകത്ത് ഇച്ചിരി പ്രശ്നമുണ്ട്. ഈ അമേദ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് അല്ലെ മാധ്യമ ഒരു അമേദ്യമ പ്രവർത്തകനെ അത് പറ്റത്തുള്ളൂ. ഒരു മഞ്ഞ പത്രക്കാരനെ കൊണ്ടൊക്കെ പറ്റത്തുള്ളൂ. ഇനി ഇത് അത്ര മഞ്ഞ ആയതുകൊണ്ട് പറ്റിപ്പോകുന്ന പ്രശ്നങ്ങളാണ്. ഒരുപാട് കേസുകൾ ഈ മീഡിയ വളച്ചൊടിക്കുന്നുണ്ട്. ഇപ്പൊ ഏഷ്യാനെറ്റ് അന്ന് തന്നെ എന്റെ കേസ് വന്നപ്പോ എന്നെ അറസ്റ്റ് ചെയ്തതാണെന്നും ഞാൻ ഒളിവിലാന്ന് പറഞ്ഞ് വാർത്ത വിട്ടാണ്. പിന്നെ ആറാട്ടന്റെ കേസ് വരുമ്പോ അതിനകത്ത് ആറാട്ടനെ വലിയ പ്രതിയാക്കി ചിത്രീകരിക്കുന്നുണ്ടാവും. പോലീസ് അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ഈ പറഞ്ഞ എക്സൈസ് ഉദ്യോഗസ്ഥന് തലമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട്. അതുമല്ല, എക്സൈസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ഇങ്ങനെ വാർത്ത മീഡിയ അറിയിക്കേണ്ട ആവശ്യമൊന്നും ഇല്ല, അതിന് വേണ്ടും പ്രാധാന്യം ഇല്ല. ഇവിടുത്തെ വലിയ സംഭവം അല്ല ഒരാൾ കഞ്ചാവ് അടിച്ചത്. പക്ഷെ MLA അടുത്ത വിരോധമുള്ളതുകൊണ്ട് ചെയ്യുന്ന പരിപാടികളാണ്. അങ്ങനെ കുറച്ച് ഡ്രാമ കാണിക്കുമ്പോൾ ഇവിടെ മീഡിയക്ക് അറ്റൻഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ ആളുകൾ അവിടെ ചെന്ന് ക്ലിക്ക് ചെയ്യും. ഈ നശിച്ച സൊസൈറ്റി ആയതുകൊണ്ട്, നശിച്ചവന്മാർ നടത്തുന്ന മീഡിയ ആയതുകൊണ്ട്, നശിച്ചവന്മാരായ പോലീസുകാരുള്ളതുകൊണ്ട് നടന്നു പോകുന്ന പരിപാടി മാത്രം. ഒരുത്തരെങ്കിലും ബോധമുള്ളവരുണ്ടാകുന്ന ചിലപ്പോൾ അത് നടക്കത്തില്ല. ഈ പ്രദേശത്ത് എവിടെയെങ്കിലും എക്സൈസുകാരുടെ ഇടയിലോ പോലീസുകാരുടെ ഇടയിലോ അല്ലെങ്കിൽ ഈ മീഡിയയുടെ ഇടയിലോ ആ ഒരു ഇൻസിഡന്റ് ഡീൽ ചെയ്യുന്നിടത്ത് ഒരു ബോധമുള്ള ഒരുത്തിന് ഒരാൾ ഉണ്ടാണെങ്കിൽ ഇത് നടക്കത്തില്ല. പക്ഷേ ഒരുത്തം പോലും ഇല്ല എന്ന് പറയുമ്പോൾ അവസ്ഥ ഒന്ന് ഓർത്തു വയ്ക്കുക, എത്ര പരിതാപകരമാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇപ്പൊ അടുത്തടുത്തും കൊന്നിട്ടുണ്ട്. അമ്മയാണോ അപ്പനെയാണോ അറിയത്തില്ല, 2-3 സഹോദരങ്ങളെയും കൊന്നു. അതിനകത്ത് എന്തൊക്കെ ഡ്രഗ്സ് ഇൻവോൾവ് ആണെന്ന് അറിയത്തില്ല. ഡ്രഗ്സ് ഇല്ലെങ്കിൽ പോലും ഇവിടെ ഇപ്പൊ ഇത്തരം കൊലപാതകങ്ങളുടെ ഒരു ട്രെൻഡിങ് സീസൺ ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് അറിയത്തില്ല. ഈ പറഞ്ഞ ആളുകൾ എല്ലാവരും ശ്രദ്ധിച്ചറിയാം, ഈ കൊലപാതകം നടത്തിയവർക്ക് സൈക്കാട്രിക് പ്രോബ്ലം ഉള്ള ആളുകളാണ്. ഞാൻ എപ്പോഴും പറയും, ഇവിടെ സൈക്കാട്രിക് കണ്ടീഷൻ മനസ്സിലാക്കണം ആളുകളെ. ഇപ്പൊ സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ള ആൾക്കാരെ ട്രീറ്റ്മെന്റ് കൊടുക്കണം, അവരെ വേണ്ട രീതിയിൽ കെയർ ചെയ്യണം. ഇതൊന്നും ചെയ്യത്തില്ല. പകരം അവർ കൃത്യമായിട്ട് ഈ കഞ്ചാവ് MDMA എന്താണെന്ന് വെച്ചാൽ തപ്പിച്ചെന്നറിയും. കാരണം സൈക്കാട്രിക് ഇഷ്യൂസ് ഉള്ളവർക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ഒരു ടെൻഡൻസി കൂടുതലാണ്. സാധാരണ അതില്ലാത്ത ആൾക്കാരിലും കൂടുതലായിരിക്കും. അവരാണ് കൂടുതൽ ഡ്രഗ് അഡിക്ട്സ് ആയി പോയി, ഡ്രഗ്സ് കഴിച്ചിട്ട് ഭയങ്കരമായ ഈ പറഞ്ഞ പോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊലപാതകം ചെയ്തു, മോഷ്ടിച്ചു, പിടിച്ചു പറിച്ചു, ബലാത്സംഗം ചെയ്തു. ഇതൊന്നും നോർമലായിട്ട് ചെയ്യുന്ന മനുഷ്യർക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. ഈ ബലാത്സംഗം ഒന്നും നോർമൽ അല്ല. ബലാത്സംഗം ഈസ് നോട്ട് നോർമൽ. ബലാത്സംഗം ഈസ് ടോട്ടലി ആൻ അബ്നോർമൽ ആക്ട് ബൈ എ ഹ്യൂമൻ ബീയിങ് അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് എന്ത് വേണേലും ആവാം. അത് വേണേലും റിലീജിയസ് ഇൻഫ്ലുവൻസ് ആവാം. ചില മതത്തിന്റെ പേരിലൊക്കെ തമ്മിൽ തല്ലി കൊല്ലുകയൊക്കെ ചെയ്യും, കയ്യൊക്കെ വിട്ടത്തില്ലേ, മതം അത് മാനസിക പ്രശ്നമാണ്. ഇതൊന്നും നോർമലി ഉള്ളൊരു മനുഷ്യൻ, നോർമലായിട്ട് ജീവിക്കുന്ന ഒരാൾക്ക് പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ ഈ അബ്നോർമാലിറ്റിയിലേക്ക് പോകുന്ന മനുഷ്യനെ കണ്ടാൽ അറിയണം. അത് ഈ വീട്ടുകാർക്കാണെങ്കിലും ചിലപ്പോൾ തൊട്ട് ഇത് മനസ്സിലാവും. ഇതിന് ഇത്തിരി അഗ്രഷൻ കൂടുതലാണ്, ആങ്കർ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല, അബ്നോർമാലിറ്റീസ് കാണിക്കുന്നു, വെളിവില്ലായ്മ, അതായത് ഈ പറഞ്ഞ രീതിയിലൊക്കെ കൂട്ടുകാർക്കാണെങ്കിലും മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇത് കണ്ടാല് എന്താ ചെയ്യുന്നത്? ആരും ഒന്നും ചെയ്തില്ല. അതിങ്ങനെ ഇരുന്നിരുന്ന് പ്രാന്തായി കുറെ കഴിയുമ്പോൾ ഇവനെ ആരെയും കൊല്ലണം. അതുവരെ ഇതും കണ്ടോണ്ടിരിക്കും.
ഇതിനകത്ത് പേരൻസിന് നല്ല റോളുണ്ട് കേട്ടോ. ഈ ചെറുക്കനൊക്കെ ഇങ്ങനെ കാണിക്കുന്നതിനകത്ത് ഈ വീട്ടിൽ വളർത്തുദോഷം എന്നൊക്കെ പറയാൻ വേണം. ഇതിലും വലിയ അസുഖമുള്ളവര് കൊലപാതകം ചെയ്യാതൊക്കെ ഇവിടെ ജീവിക്കുന്നുണ്ട്. അത് അവർ വേണ്ട രീതിയിൽ ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുത്താൽ രക്ഷപ്പെടും. പിന്നെ ഈ നാട്ടിൽ ഇത്രയും 150 കോടി ജനമൊക്കെ ആയതുകൊണ്ട് എത്ര പേര് മരിച്ചാലും ഗവൺമെന്റിനെ സംബന്ധിച്ച് അത് വലിയ വിഷയമൊന്നുമല്ല. ഇപ്പൊ ഇന്നലെ 4 പേരെ കൊന്നു, മിനിഞ്ഞാന്ന് 5 പേരെ കൊന്നു, ഇവിടെ 50 പേര് ജനിച്ചിട്ടുണ്ട്. ഇവന്മാരൊക്കെ തന്നെ പെറ്റ് കൂട്ടിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല, എവിടെ പോയി നോക്കും ഇതൊക്കെ. അപ്പൊ അവരവരുടെ കാര്യം നോക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ നാട്ടിൽ. പോലീസ് സ്റ്റേഷൻ കംപ്ലൈന്റ് ആയിട്ട് ചെന്നാൽ അവരെ കളിയാക്കുന്ന രീതിയിൽ ഇടപെടുന്നവരൊക്കെ പോലീസുകാരുടെ. നമ്മൾ കംപ്ലൈന്റ് കൊടുക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കാണാതാവുകയും ചെയ്യും. ആ തോക്കിന്റെ ഇഷ്യൂ ഒക്കെ ഞാൻ എപ്പോഴും പറയും. ഇനി അത് ഏത് വീഡിയോയിലും പറയാൻ പറ്റും ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ. അതിനിടയിലൊന്ന് ആലോചിക്കുക, ഈ പോലീസുകാർ തന്നെയല്ലേ ആ MLA-യുടെ മോനെ മാധ്യമങ്ങൾക്ക് വിട്ടുകൊടുത്തത് ഇങ്ങനെ വലിയ കഞ്ചാവടിക്കാരനാന്ന് പറഞ്ഞുകൊണ്ട്. ഞാൻ ഇച്ചിരി എൻ്റെ കഞ്ചാവ് കണ്ട് കിട്ടി എന്ന് പറഞ്ഞ പാടെ അതിന് കഞ്ചാവ് അടിക്കുന്നപ്പോ എന്ത് ബോംബ് പോലത്തെ 2 സാധനം കണ്ട് കിട്ടി, പൈപ്പ് കിട്ടി, ഓമിക്കത്തുണ്ട്. അതൊക്കെ ഏറ്റവും സാധാരണക്കാരുടെ ആയുധങ്ങളാണ് ഇതൊക്കെ. അതൊക്കെ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വാർത്ത അടിച്ചു വിട്ടു. എന്നാൽ ഇവിടെ അടുത്ത തോക്കം കൊണ്ടുവന്ന് കൊല്ലും എന്ന് പറഞ്ഞു പോയപ്പോൾ ഇല്ലാത്തൊരു പ്രത്യേക താല്പര്യവും ഒരു പ്രത്യേക ഇടപെടലും അത്രയ്ക്ക് ഉത്തരവാദിത്വവും ഒന്ന് ആലോചിക്കുക. ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് കള്ളത്തരം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാവും. കാരണം ഞാനിത് കണ്ടു, 2-3 ഏരിയയിൽ പോയി കണ്ടു നിന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരുടെ കള്ളത്തരങ്ങൾ. നമ്മൾ അതിനുകൊണ്ട് ഈ ഏരിയയിലോട്ട് പോകാറില്ല, എന്നാലും അറിയാം കള്ളക്കേസുകൾ ഉണ്ടാക്കുന്നവരാണ്. നിരപരാധികളെ ശിക്ഷിക്കാൻ വേണ്ടിയിട്ട് ഓരോ കള്ളത്തരങ്ങൾ ഉണ്ടാക്കി ഓരോരുത്തർ ജയിലിൽ കയറ്റി അവരെ അതുവഴി ഇതുവഴിയൊക്കെ ഇട്ട് കറക്കി ജീവിതം നശിപ്പിക്കാൻ മടിയില്ലാത്ത തരം പോലീസുകാരുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭയങ്കര ക്രിമിനൽസ് ആയ പോലീസുകാരുണ്ട്. ഈ പോലീസിനെ പറ്റി അങ്ങനെ ഒരു ഡയലോഗുണ്ട്, പോലീസ് എന്ന് പറഞ്ഞാല് എന്ത് ക്രിമിനൽസ് ആണോ പോലീസുകാരെ പറ്റി അങ്ങനെ ഒരു ഡയലോഗ് ആണല്ലോ. എന്തെങ്കിലും ക്രിമിനൽസ് എന്ന് പറയുന്നത് നമ്മൾ വീട്ടിലേക്ക് പറഞ്ഞിട്ടില്ലല്ലേ പോലീസ് എന്ന് പറഞ്ഞാൽ. പക്ഷേ അങ്ങനെ ഒരു സാധനമുണ്ട്, മറന്നുപോയി. എന്തോ അങ്ങനെയാണ് ഈ സാധനം. അത് അതിനകത്ത് ക്രിമിനൽസ് ഉണ്ട്. അപ്പൊ ക്രിമിനൽ ബുദ്ധി വർക്ക് ചെയ്യുന്നേ കാണുന്നത്. അപ്പൊ വേറൊരാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കുറ്റവാളിയാണോ നിർബന്ധമൊന്നുമില്ല, നിയമം മിസ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഒരു കുറ്റവാളിയെ രക്ഷിക്കാൻ അവർക്ക് പറ്റും, അവരതും ചെയ്യും. അതാണ് ഇവരുടെ പണി, കൂടുതൽ പേരുടെ പണി അതൊക്കെ തന്നെ. കൈക്കൂലി മേടിക്കാന്ന് കേട്ടില്ലേ. ഇപ്പൊ എന്റെ മറ്റേ മോഹൻലാലിന്റെ കേസിൽ മോഹൻലാലിന്റെ ആരാധകർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി കലാപത്തിന് ശ്രമിച്ചു എന്ന് എഴുതുന്ന ഒരാളുണ്ട്, അത് കണ്ടുപിടിക്കുന്ന ഒരാളുണ്ട്. കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് അയാള്. കാശ് മേടിച്ചിട്ടാണോ അതോ ഇവരോടുള്ള സൗഹൃദം കൊണ്ടാണോ അതോ സിനിമയിൽ അഭിനയിക്കാനുള്ള ആ അമിതമായ ആഗ്രഹം കൊണ്ടാണോ എന്നറിയത്തില്ല. പോലീസിൽ ജോലി കിട്ടിക്കഴിഞ്ഞ് പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ മോഹം. അപ്പൊ അങ്ങനെയുള്ള ഒരു കാരണം കൊണ്ടാണോ അറിയത്തില്ല, ആ കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസർ ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കാനായിട്ട് ഒരു മടിയില്ല. അയാളത് ചെയ്യും. എന്നിട്ട് എന്നെ വിളിച്ചോണ്ട് പോയി അവിടെയൊക്കെ വലിയ ഷോ കാണിച്ചു, അവനെ അറസ്റ്റ് ചെയ്തു, അവന് കാണാതായി, അങ്ങനെയൊക്കെ കള്ളക്കഥയൊക്കെ പറയും, ഭീഷണി, മറ്റേ എന്താ പറയാ വലിയ പട്ടാളം വരുന്നുണ്ടെന്ന് പറയും. ഇങ്ങനത്തെ തെണ്ടികളുണ്ട്, വെറും തെണ്ടികള്, വെറും പിച്ചക്കാരെക്കാൾ അതപ്പതിച്ച ജീവിതം സ്വീകരിച്ച പിച്ചക്കാരെന്ന് പറയുമ്പോൾ അവര് 2-3 നേരത്തെ ആഹാരത്തിന് വേണ്ടി തെണ്ടുക ചെയ്യുന്നത്. ഇവൻ അങ്ങനെയല്ല തെണ്ടുന്നത്. ഇവൻ വലിയ കാശുകാരന് മുന്നിൽ പോയി തെണ്ടുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കാൻ ശേഷിയില്ലാത്ത പോലീസുകാരൻ, അത്രേ ഉള്ളൂ. വലിയ കെടുത്തുന്നില്ലെന്നെ. അതുപോലെ അതപ്പതിച്ച ജീവിതം നയിക്കുന്ന ആൾക്കാരെ അതപ്പതിച്ചിരുന്ന് തന്നെ പറയണം. കാരണം അവൻ തെണ്ടുന്നത് ഈ പറഞ്ഞ പോലത്തെ കോടീശ്വരന്റെ മുന്നിൽ പോയി കൈ നീട്ടി നിന്നിട്ട് അവന് വേണ്ടി എന്ത് പണിയും ചെയ്യുന്നു എന്നുള്ളതാണ്. ശരിക്കും അയാളുടെ ജോലിയും അയാളുടെ ഉത്തരവാദിത്വവും അയാളെ ജോലിയിൽ ഏർപ്പാടാക്കിയിരിക്കുന്നത് ഗവൺമെന്റ് ആണെങ്കിൽ ഗവൺമെന്റ് സാലറി കൊടുക്കുമ്പോൾ ഇത്തരം പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ പിച്ചക്കാരനെക്കാളും തറയല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, അയാൾക്ക് എങ്ങനെയാണ് ജോലി കിട്ടുന്നത്, എന്താണ് അയാളുടെ ഉത്തരവാദിത്വം, ആരാണ് ഇയാളെ ജോലിക്ക് നിർത്തിയിരിക്കുന്നത്. അതിനകത്ത് കയറി പറ്റിക്കഴിഞ്ഞിട്ട് അതിനെ ഏറ്റവും രീതിയിൽ ദുരുപയോഗപ്പെടുത്തുമ്പോൾ അയാൾ എന്തുതരം തെണ്ടിയായിരിക്കും. അത്രേ ഉള്ളവൻ ആരായാലും. ഇങ്ങനത്തെ പണി ചെയ്ത് ആരാന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ അയാള് എന്താ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, അവന്റെ ഒരു തെണ്ടിയാണെന്ന് എനിക്ക് തോന്നത്തുള്ളൂ. എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം തന്നെ, ഇങ്ങനത്തെ തെണ്ടികൾ ഒരു തെണ്ടി, പരമാവധി തെണ്ടി അല്ല എന്തോ അത്രയും തെണ്ടിത്തരം കാണിക്കുന്നുണ്ട്. ഒരു പിച്ചക്കാരനേക്കാൾ അതപ്പതിച്ച ഒരു മനുഷ്യനായിരിക്കത്തില്ല. പിച്ചക്കാരൻ 3 നേരത്തെ ആഹാരത്തിന് നിവർത്തികേട് കൊണ്ട് സംഭവിച്ചു പോകുന്നു. ഇതങ്ങനെയാണോ? ആഹാരമുണ്ട്, വീടുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്. ഈ മക്കൾക്കൊക്കെ തീറ്റാൻ വേണ്ടിയിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. മനസ്സിലായില്ല? അവന്റെയൊക്കെ മക്കളെന്ന് പറയുന്നത് ഇതേപോലത്തെ തെണ്ടിത്തരം കാണിക്കുമ്പോൾ കണ്ട ഇതുപോലത്തെ ബലാത്സംഗം ചെയ്യുന്നവനും പിടിച്ചു പറിക്കുന്നവനും വലിയ വലിയ കള്ളന്മാരുടെ നക്കാപ്പിച്ച മേടിച്ചിട്ട് അവൻ പിള്ളേർക്ക് ഉടുപ്പ് മേടിച്ചു കൊടുക്കുമെന്ന്, ഭാര്യയെ കൊണ്ട് നടക്കുമെന്ന്, കാറയില്. ഇത് എവിടെ നിന്ന് മേടിച്ചാന്ന് ചോദിച്ചാൽ പറയും ജോലിക്ക് കയറിയിട്ട് കുറെ പേര് പറ്റിച്ചുണ്ടാക്കിയതാണെന്ന്. അതാണോ? അതൊരു പ്രത്യേക അന്തസ്സാണ് കേട്ടോ. ചില പ്രത്യേകതരം കുടുംബജീവികൾക്ക് മാത്രം കുടുംബത്തിൽ പറക്കണോടാ അതിനെ, അങ്ങനെയുള്ളവർക്ക് പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ നടത്തുന്നവരോടുള്ളപ്പോ ഈ പറഞ്ഞ കഞ്ചാവ് വലിച്ചെന്ന് പറഞ്ഞ ചെറുക്കനെ പിടിച്ച് ഇത്ര അവമാനിക്കുന്നത് എന്തിനാ? അതുകൊണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഇവന്മാരെയൊക്കെ ശരിയാക്കി. ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ഓഫീസർമാർ അവർ ചെയ്യുന്ന അത്രയും വലിയ തെണ്ടിത്തരം അല്ല മറ്റൊരാരും ചെയ്യുന്നത്. കാരണം അതുപോലത്തെ ഒരു ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരുന്നിട്ട് അല്ല ഇതുപോലത്തെ ഒരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയിൽ ഇത്രയും അഴിമതിയും അല്ല ഇത്രയും കൃത്രിമമായ പരിപാടികൾ അറേഞ്ച് ചെയ്ത് കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധികളെ ശിക്ഷിക്കാനുള്ള വകുപ്പുകൾ കയറ്റിവെച്ച് ഓരോ അലമുണ്ടാക്കുന്നതിന് അത്രയും വരുമോ ആ പയ്യൻ? അല്ല വേണ്ട. ഇവിടെ ഉമാ തോമസ് മറിഞ്ഞു വീണപ്പോ കുറഞ്ഞ വലിയ ഭയങ്കര ബഹളം.
ഉമാ തോമസ് വീണപ്പോൾ സുരക്ഷയില്ലാന്ന് അവിടെ റിബൺ കെട്ടി വെച്ചു, അവിടുത്തെ ഹൈറ്റിൽ അങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല, ഇങ്ങനെ ഉണ്ടാക്കാൻ പാടില്ല. ഇവിടുത്തെ റോഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരിക്കുന്നുണ്ട്, ഈ റോഡ് സിസ്റ്റം മോശമായതുകൊണ്ടും മെയിൻ്റനൻസ് മോശമായതുകൊണ്ട്. അതുപോലെ ഒരുപാട് പേര് ആത്മഹത്യ ചെയ്യുന്നതിനകത്ത് ഈ നാട്ടിൽ ജീവിക്കുന്ന ഡിപ്രഷനുണ്ട്. അവരുടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു, ജോലിയില്ലാതെ നടക്കുന്നു, കാശില്ലാണ്ടാകുന്നു, കട കയറി മുടിയുന്നു. ഇതിനിടയിൽ ഇവരെല്ലാം കൂടെ ബഡ്ജറ്റും മുക്കി കോടികളുടെ അഴിമതിയും നടത്തി കൈക്കൂലിയും മേടിച്ച് ഇവരൊക്കെ സുഖമായിട്ട് നടക്കുമല്ല. അപ്പൊ ഉമാ തോമസ് വീഴുന്നതിനകത്ത് വലിയ അതിശയമൊന്നും വേണ്ട. ഇവിടെ അതിൽ കൂടുതൽ ആൾക്കാർ റോഡിൽ കൂടെ നടന്ന് ജോലിക്ക് പോയാൽ വീഴുന്നുണ്ട്. അതാണ് അനാസ്ഥ എന്ന് ചോദിച്ചാൽ അതിൽ മൊത്തത്തിലുള്ള ഈ പറഞ്ഞ പോലത്തെ ഇമാരുടെയൊക്കെ അനാസ്ഥ തന്നെയാണ്. പലതും മറിഞ്ഞു വീണില്ലേ, അവിടുത്തെ തലയിലോട്ടാണ് വന്ന് വീഴുന്നത്. റോഡിലൊക്കെ കുഴി കണ്ടാൽ ഇവരാരും മൈൻഡ് ചെയ്യും ഇല്ലല്ലോ. സാധാരണക്കാരൻ വീഴുമ്പോൾ ഒരു കുഴപ്പമില്ലല്ലോ. പിന്നെന്താ ഉമാ തോമസ് വീണപ്പോൾ ഇത്രമാത്രം ദുഃഖം? അതെനിക്ക് മനസ്സിലാവും. ഏതൊരു സിനിമ നടക്കുന്ന മന്ത്രിയൊക്കെ വന്ന് വീണ് കഴിഞ്ഞാൽ വലിയ സംഭവം. അവർ വീഴാൻ പാടില്ലാത്ത ആൾക്കാരാണ്. അവർ വന്നപ്പോൾ എന്തുകൊണ്ട് സുരക്ഷയില്ലെന്ന്? അവർ വന്നപ്പോൾ മാത്രമല്ല, അവിടെ മൊത്തത്തിൽ ആർക്കും ഒരു സുരക്ഷയില്ല. അത് വീണതുകൊണ്ടല്ലേ അത് അറിഞ്ഞത്. ഇത് വേറെ ആൾക്കാർ വീണത് ഇത്രയും ദുഃഖമൊന്നും വരത്തില്ലെന്ന് പലർക്കും. അത് എന്തിനാ അങ്ങോട്ട് അറ്റത്തോട്ട് നടന്നു പോയെന്നൊക്കെ ചോദിക്കും വേണമെങ്കിൽ. അവിടെ റിബൺ കിട്ടിയിരുന്നല്ലോ, അത് കണ്ടില്ലേ എന്നൊക്കെ വേണം ഇവർ തിരിച്ചു ചോദിക്കുന്നവരായത്. മനസ്സിലായോ? ഈ വീണവരടക്കം അവരൊക്കെ ഇത് ചോദിക്കും. അല്ലാതെ നമ്മൾ വിചാരിക്കുന്ന പോലെ എന്താ പറയാ, ഈ സാധാരണക്കാരൻ വീണിരുന്നതിൽ ഇതേപോലെ എഫക്റ്റ് ഒന്നും ഇല്ല. അവര് നേരെ തിരിച്ചടിക്കും. അവർ ഇവിടെ കെട്ടിയെടുത്തോടെ ചാടി കൂടി വീണതാ അവ കഞ്ചാവെന്ന് പറയും വേണമെങ്കിൽ. ആ വീണ കഴിഞ്ഞിട്ടായിരിക്കും അന്വേഷിക്കുന്നവര് അതിപ്പം കഞ്ചാവ് അടിച്ചിട്ടാണോ വീണാന്ന്. അല്ല, അതുപോലെ തെണ്ടിത്തരം കാണിക്കുന്ന മനുഷ്യരാണ് ഇവിടെ ഉള്ളത്. ഇവർക്ക് കാരണങ്ങൾ എന്ന് പറയുന്നതെല്ലാം അതിനകത്ത് ഇടപെടുന്ന ആളുകളെ പോലെ ഇരിക്കും. മനസ്സിലായോ? ഇതുപോലെ ഈ പറഞ്ഞ ഇക്കയും വിക്കയൊക്കെ കൂടെ തെണ്ടിത്തരം കാണിച്ചെടുത്ത് ഈ മാധ്യമങ്ങളടക്കമുള്ളവര് ഫോട്ടോ ഇടുന്നത് എങ്ങനെയാണ്? ഇവരുടെ ഭയങ്കര ഗ്ലാമർ ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ പറഞ്ഞമാരെ എന്റെ ഫോട്ടോ ഇടുമ്പോൾ ലോക്കപ്പ് ഇരിക്കും. ഇക്കയുടെ ഫോട്ടോ വരുമ്പോൾ ഭയങ്കര കളർഫുൾ ബാക്ക്ഗ്രൗണ്ട്. ബലാത്സംഗ കേസാണ്. അയാള് കുറ്റവാളിയാണോ നിരപരാധിയാണോ എന്നൊന്നും ഇപ്പോഴും അറിയത്തില്ല. ഞാൻ എന്റെ കാര്യത്തിലും ഇല്ല. എന്റെ കാര്യത്തിൽ പിന്നെ കേസിനെ ഒരു വാല്യൂ ഉള്ള കേസല്ല. യൂട്യൂബിൽ എന്താ പറഞ്ഞെന്ന് പറയുന്ന കേസൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ചോദിച്ചാൽ ഒന്നുമല്ല. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പരാതി ആ പരാതി വെച്ച് നോക്കിയാൽ ഒന്നുമില്ല. ആ പരാതിക്കകത്ത് എഴുതി വെച്ചേക്കുന്ന കലാപാഹ്വാനം എന്ന് പറയുന്ന സാധനമൊക്കെ ഭയങ്കര റോങ്ങുമാണ്. അപ്പൊ ഏത് രീതി നോക്കിയാലും പിന്നെ പട്ടാളം ഒന്നും വരാനൊന്നും പോകുന്നില്ല. പട്ടാളം വന്നാൽ എനിക്ക് അങ്ങോട്ട് ചെന്ന് കയറി ഇത് കുറച്ചുകൂടെ വൃത്തിക്ക് അവതരിപ്പിക്കാൻ പറ്റും. പിന്നെ ഇവരൊന്നും വിചാരിച്ച പോലെ ഈ മിലിറ്ററിക്കല്ല പരാതി കൊടുത്തായിരുന്നു, UN-ന്. നമ്മുടെ ലോകത്ത് ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ പോലെ ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ തടസ്സം നേരിട്ടിരുന്നത്. അത് ഇവർ കൂടുതൽ ഉണ്ടാക്കിയിരുന്ന അയപ്പിച്ച് വേണ്ട രീതിയിൽ അതിൻ്റെതായ ചാനലിൽ കൂടെ നമുക്ക് അത്യാവശ്യം സുഹൃത്തുക്കളുണ്ട്. അവരെല്ലാരും ഇത് പ്രിപ്പയർ ആക്കി റെഡിയാക്കി വെച്ചിരുന്ന ഒരു സാധനം. അതാണെങ്കിൽ മാറിപ്പോയത്. അത് അയക്കേണ്ട രീതിയിൽ അയക്കേണ്ട സ്ഥലങ്ങളിൽ നിന്ന് തന്നെ പോയത്. പക്ഷെ അത് ചെയ്യാൻ താല്പര്യമില്ല. കാരണം അത് വലിയൊരു ഇഷ്യൂലോട്ട് നമ്മൾ പോയി നിൽക്കേണ്ടി വരും. പിന്നെ എവിടെല്ലാം പോകേണ്ടി വരും. എന്റെ അതിനുള്ള പൈസ സൗകര്യമൊന്നുമില്ല. പിന്നെ അതുമല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതൊക്കെ വലിയ ഗെയിമാണ്. ഇച്ചിരി ബുദ്ധിമുട്ടുള്ള പണിയാണ്. പിന്നെ നമ്മളെ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന സ്ഥലത്തേക്ക് വന്നാൽ നമ്മൾ ആ വഴിക്ക് ശ്രമിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. അങ്ങനെ ശ്രമിക്കണമെന്നുണ്ടാകും. മെയിലൊക്കെ തലേദിവസം പ്രിപ്പയർ ചെയ്തു. അപ്പോ അത് അവിടെ തന്നെ എത്തേണ്ട ചാനലുകൾ റെഡിയാക്കി വെച്ചു. അവർ പലരും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടി സംസാരിക്കുകയൊക്കെ ചെയ്തു ഇങ്ങനെ എന്ത് ചെയ്യണം അതാണ്. പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല. പിന്നെ എല്ലാവരും ഇതൊക്കെ കൊണ്ടു നടക്കാൻ എനിക്ക് പറ്റത്തുമില്ല. നമ്മൾ അത്രയും പോകേണ്ടി വന്നാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ തീട്ട പരിപാടിക്ക് ഇതിന്റെ ആവശ്യമില്ലല്ലോ. തീട്ടമായിട്ട് തന്നെ കൺസിഡർ തീട്ടത്തിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അറിയാവുന്ന മനസ്സിലാവുന്നത് മനസ്സിലായിട്ടുണ്ട്. എല്ലാവരും അപ്പുറത്തോട്ട് ഇതിൽ ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് ഈ പറഞ്ഞ രണ്ടുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവന്മാരിന് മേലാൽ ഈ പരിപാടി അവതരിപ്പിക്കത്തില്ല. ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പരിപാടിയാണ് അവരുടെ. അവന്മാർ ഇനി ഒരിക്കലും ഇതിൽ പണി റിപ്പീറ്റ് ചെയ്യത്തില്ല. അത് മതി. അല്ലാതെ നമുക്ക് ഇതിനപ്പുറത്തോട്ട് കൊണ്ട് ഇത് വൻ ഇഷ്യൂ ആക്കി എനിക്ക് അങ്ങോട്ട് കയറ്റി ഉണ്ടാക്കാനൊന്നുമില്ലേ. നമുക്ക് കിട്ടേണ്ട സാധനം കിട്ടിയിട്ടുണ്ടെന്ന് പരാതി കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അവരത് ആക്ട് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ മനസ്സിലാവത്തില്ല. എനിക്കല്ല ഇവിടെ നാട്ടുകാർ മൊത്തം മനസ്സിലാക്കണം നിർബന്ധമില്ല. ഈ പരിപാടി രണ്ടാമത് അവതരിപ്പിക്കരുത് എന്നുള്ളതേ ഉള്ളൂ. ശരിക്കും അതല്ലേ വേണ്ടത്. അതിന്റെ ആവശ്യമല്ലേ ഉള്ളൂ. ഇവിടെ നടക്കുന്ന ഇത്തരം പരിപാടികളെല്ലാം കൂടെ കൂട്ടി വായിച്ചിട്ട് ഇങ്ങനെയുള്ള കൊലപാതകങ്ങൾ നടക്കാൻ നല്ല സാധ്യതയുള്ളൊരു നാടാണിത്. ഈ നാട്ടിൽ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ. ഇനിയും ഇതൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇനിയും നോക്കുക, നിങ്ങൾ സൈക്കാട്രിക് കണ്ടീഷൻസ് ഉള്ളവർ നിങ്ങളുടെ വീട്ടിലോ അയൽവക്കത്തോ പരിചയത്തിലോ ഉണ്ടെങ്കിൽ അവർക്ക് ചികിത്സ കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. ചികിത്സിക്കുന്നില്ല എങ്കിൽ പോലീസിന് കംപ്ലൈന്റ് ചെയ്യുക. അതുപോലെ കംപ്ലൈന്റ്സിന്റെ എണ്ണം കൂടണം. പോലീസിനെ നല്ല രീതിയിൽ ഇന്ന തരത്തിന് ഇന്ന കാണിക്കുന്നുണ്ട്, ഇയാൾ നാളെ ഒരു കൊലപാതകം ചെയ്യാൻ സാധ്യത ഉണ്ട്, അക്രമവാസനയുണ്ട്, ഈ കാര്യങ്ങൾ പോലീസിന് റിപ്പോർട്ട് ചെയ്യുക. ചികിത്സ അവർ വീട്ടുകാർ കൊടുക്കുന്നില്ലെങ്കിൽ പോലീസുകാർ നിർബന്ധിച്ചിട്ടാണ് അവർക്ക് ചികിത്സ കൊടുക്കണം. അതിന്റെ ഒരു സെറ്റപ്പ് ഉണ്ടാവണം. അല്ലെങ്കിൽ നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കത്തില്ല. കാരണം ഈ സൈക്കാട്രിക് പേഷ്യൻസിന്റെ എണ്ണം കൂടും. അവർ ഒത്തിരി അടുത്തടുത്ത് താമസിക്കുന്നത്. പണ്ടൊക്കെ സീരിയൽ കില്ലറൊന്നും എന്നൊക്കെ പറഞ്ഞ് കുറെ പേര് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്നും സീരിയൽ കില്ലറൊന്നും ആവത്തില്ല. അതിനിപ്പോൾ പിടിക്കപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ പണ്ടൊക്കെയാണ് ഇവരൊരു 10 പേരൊക്കെ ഒന്നും കഴിഞ്ഞാൽ അറിയത്തുള്ളൂ. ഇപ്പോൾ ഒരു ആദ്യത്തെ കൊലപാതകത്ത് തന്നെ അറിയും. അങ്ങനൊരു ഗുണമുണ്ട്. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഇങ്ങനെ സൈക്കാട്രിക് കണ്ടീഷൻ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ തന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്തു. നിങ്ങൾക്കും മറ്റുള്ളവർക്കും എല്ലാം നല്ലതായിരിക്കും അത്. കാരണം ഇത് കഴിഞ്ഞാൽ ഇവരിവിടെ ട്രീറ്റ് ചെയ്യുന്ന രീതി വീണ്ടും ജയിലിൽ കൊണ്ടിടുകയൊക്കെ അവർക്ക് ട്രീറ്റ്മെന്റ് ഒന്നും ആയിരിക്കത്തില്ല കിട്ടുന്നത്. അവൻ വലിയ കുറ്റവാളി ക്രിമിനലിനെ പോലെ ട്രീറ്റ് ചെയ്യുക. അത് ക്രിമിനൽ അല്ല, അത് ശരിക്കും അത് രോഗിയാണ്. രോഗി അതാ ക്രിമിനൽ എന്ന് പറയാത്ത പോലീസും എല്ലാം കണക്കാ.
പോലീസുകാർക്ക് അറിയത്തില്ല എന്തോ രോഗം, എന്തോ ഇത്. ആരെ വന്ന് പിടിച്ചോട്ട് വേണേ കിട്ടുന്നവരൊക്കെ പിടിച്ചോളാം, അതിൽ പോകുന്നവരൊക്കെ പിടിക്കുക, പിന്നെ ആ ചുറ്റുപാടെ നിൽക്കുന്നവരെല്ലാം ഓടിക്കുക, എന്നിട്ട് തെളിവെടുക്കാൻ പോകുമ്പോൾ അവിടെ കിടന്ന് ലഹള ഉണ്ടാക്കുക. ഇതൊക്കെ കാണുമ്പോൾ തന്നെ ലോകത്തൊന്നും ഇല്ലാത്ത തരം പരിപാടിയാണ് ഈ നാട്ടിൽ നടക്കുന്നത് ഊളകൾ. അതെങ്ങനെ ഈ നാട്ടിൽ ജനിച്ചു വളർന്നവനല്ലേ ഇവിടുത്തെ പോലീസും മന്ത്രിയൊക്കെ? അവന്റെ ഒരു നിലവാരം എന്തോരം ഉണ്ടാവും നമുക്ക് മനസ്സിലാക്കണം ശരിക്കും. വിദേശത്തോടൊന്നും ജീവിതത്തിൽ പോയിട്ടില്ല, നല്ല സ്കൂൾ കണ്ടിട്ടില്ല, തരിയുടെ പണികളെ അറിയത്തുള്ളൂ. നല്ലത് അറിയണമെന്നുണ്ടെങ്കിൽ നല്ലത് കാണണം ആദ്യം. ഇപ്പൊ ഫസ്റ്റ് ക്വാളിറ്റി ഒരു ക്വാളിറ്റി ഉണ്ട്, ആ സാധനം കണ്ടാലേ നിങ്ങൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് മനസ്സിലാകുന്നത്. ഇവിടെ എല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആയതുകൊണ്ട് ഒറിജിനൽ എന്താ ഒറിജിനൽ കണ്ടിട്ടേ ഇല്ല. പല പ്രോഡക്ട്സും അങ്ങനെ എടുത്തു നിങ്ങൾ നോക്കിയോ, ബ്രാൻഡഡ് എന്ന് ഇരിക്കുന്നത് ഒന്നും ബ്രാൻഡഡ് അല്ല, അത് ഒറിജിനൽ അല്ല, സെക്കൻഡ് കോപ്പി, തേർഡ് കോപ്പി ഒക്കെയാണ് പല വലിയ ഷോപ്പുകളിൽ ഇപ്പോൾ ഉണ്ട്. അതല്ല അതിന്റെ ഒറിജിനൽ വേറെ കാര്യമുണ്ട്. ഇനി ഒറിജിനൽ സാധനം ആണെങ്കിൽ പോലും അത് ഏകദേശം ഒരു ഷോക്കേസിങ് ടൈം കഴിഞ്ഞ ഒരു വർഷം പുറകെ കിടക്കുന്ന ഏതൊരു സാധനമായിരിക്കും. ലേറ്റസ്റ്റ് ആയിട്ട് അറൈവ് ചെയ്തേക്കുന്ന ഇന്റർനാഷണൽ ലെവലിൽ ആ സാധനം പുറത്ത് വന്നിരിക്കുന്ന അതേ ബ്രാൻഡിന്റെ പ്രോഡക്റ്റ് നിങ്ങൾക്ക് അതിനകത്ത് കിട്ടത്തില്ല. അതിൽ നിങ്ങൾ നോക്കും, ഏത് വേണം എടുത്തോ. അത് ഇന്റർനാഷണൽ ബ്രാൻഡ്സിനെ പറ്റി ഞാൻ പറയുന്നത്. അത് അവിടുത്തെ ഷോക്കേസ് ഇരുന്നിരുന്ന് 3 മാസം കഴിഞ്ഞ് നിങ്ങൾക്ക് എടുത്ത് തട്ടി തേർഡ് വേൾഡ് കൺട്രീസിലോട്ട് തട്ടുമ്പോൾ വരുന്നതായി കിട്ടുന്നത്. ഇനി അഥവാ അത് ഒറിജിനൽ പീസ് ആണെങ്കിൽ പോയി അപ്പൊ അതിന്റെ വില അതുപോലെ കുറയും. നമ്മൾ ഇങ്ങനെ കുറഞ്ഞ ലാസ്റ്റ് തൂക്കി വിൽക്കുന്നത് നമുക്ക് കുവൈറ്റിലൊക്കെ അറിയാം. കുവൈറ്റിലൊക്കെ ബ്രാൻഡ് സാധനങ്ങളൊക്കെ തൂക്കി വിൽക്കുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ചെന്നാൽ നമുക്ക് മേടിക്കാൻ നല്ല സാധനം നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. നമുക്കതൊക്കെ മതി. പറയുമ്പോൾ ബ്രാൻഡ് തന്നെ, സെയിം ബ്രാൻഡൊക്കെ തന്നെ. പക്ഷെ അതിനേക്കാൾ എളുപ്പമാണ് ഈ സെക്കൻഡ് കോപ്പി തേർഡ് കോപ്പി എന്ന സാധനം എത്തിക്കുന്നത്. അതാണ് ഫ്രഷ് പീസ് പോലെ തന്നെ ഇരിക്കും. ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. കാരണം ഒറിജിനൽ എന്ന് പറഞ്ഞാൽ അപ്യൂർ പ്രോഡക്റ്റ് നമുക്ക് കണ്ടിട്ടേ ഇല്ല. അത് അമേരിക്കയിലും UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലൊക്കെ മാത്രമേ കിട്ടത്തുള്ളൂ. ദുബൈയിലും ഒക്കെ കിട്ടും. ഭയങ്കര സമ്പന്ന രാജ്യങ്ങളിൽ സമ്പന്നർക്ക് വേണ്ടി ഉണ്ടാകുന്ന സാധനങ്ങളും തേർഡ് വേൾഡ് കൺട്രീസിൽ ഉണ്ടാക്കി വിടുന്ന സാധനങ്ങൾ, കാറും വണ്ടിയും എല്ലാം, ഇവിടെ സിമെന്റും മണൽ വരെ. മണൽ പിന്നെ ഇവിടുത്തെ ആയതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ എന്നാൽ പോലും എല്ലാം ഇവിടെ കത്തുന്ന തീക്ക് പോലും ക്വാളിറ്റി ഇല്ലെന്ന് ഞാൻ പറഞ്ഞു.